ഹായ്, കഴിഞ്ഞ ദിവസം നമ്മൾ പെഗ് റേഷ്യോനെ പറ്റി വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ പെഗ് റേഷ്യോ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. പി ഡിവൈഡഡ് ബൈ ഗ്രോത്ത് ആണ് പെഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആ ഗ്രോത്തിന്റെ സമയത്ത് ഞാൻ സെയിൽസ് ഗ്രോത്ത് എന്നാണ് കൂടുതൽ പറഞ്ഞിരുന്നത്. ആക്ച്വലി ഈ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ EPS ആണ്, ഏർണിംഗ്സ് പെർ ഷെയർ ആണ്. അതായത് ടോട്ടൽ നമുക്ക് ഇടുന്ന ആ പാർട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് EPS കിട്ടും, ഏർണിംഗ്സ് പെർ ഷെയർ കിട്ടും. ആ ഏർണിംഗ്സ് പെർ ഷെയറിന്റെ ഗ്രോത്തിനനുസരിച്ചിട്ട് അത് വെച്ചാണ് P-നെ ഡിവൈഡ് ചെയ്യേണ്ടത്. പക്ഷെ ഞാൻ സെയിൽസ് ഗ്രോത്ത് എന്നാണ് പറഞ്ഞത്. അതിന്റെ റീസൺ വേറെ ഒന്നുമല്ല, ഞാൻ നോർമലി സെയിൽസ് ഗ്രോത്ത് വെച്ചിട്ടാണ് ഈ പെഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാറ്. അത് P എന്ന് പറയുന്നത് ഞാൻ നോർമൽ P അല്ല എടുക്കുന്നത്, ഫോർവേഡ് P ആണ് എടുക്കുന്നത്. ഫ്യൂച്ചറിൽ കമ്പനി എങ്ങനെയാണ് പെർഫോം ചെയ്യാൻ പോകുന്നതാണ് ഈ ഫോർവേഡ് P എടുക്കുന്നത്. അതേ ഡിവൈഡഡ് ബൈ കമ്പനിയുടെ സെയിൽസ് ഗ്രോത്ത് ആണ് ചെയ്യുന്നത്. അതിന്റെ റീസൺ വേറെ ഒന്നുമല്ല, ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ പോർട്ട്ഫോളിയോ സെയിൽസ് ഗ്രോത്തും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൽ തന്നെ എന്റെ കമ്പനികൾ ഞാൻ പറഞ്ഞപ്പോൾ 26 കമ്പനികളോളം ഹോൾഡ് ചെയ്യുന്നതിൽ 4 കമ്പനികളോളം ഈ പറഞ്ഞ പോലെ എന്താ പറയുക ടേൺ അറൗണ്ട് സ്റ്റോറിയിൽ നമ്മൾ അത് എക്സ്പെക്ട് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനികളാണ്. പിന്നീടുള്ള ബാക്കിയുള്ള 22 കമ്പനികളിൽ 21 കമ്പനികൾക്കും എനിക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടുന്നുണ്ട്. അതായത് സെയിൽസ് ഗ്രോത്തിന് മുകളിലാണ് പാർട്ട് ഗ്രോത്ത് എന്ന് പറയുന്നത്. എന്റെ മൊത്തം പോർട്ട്ഫോളിയോയുടെ തന്നെ നോക്കിയാൽ അറിയാം, 53% സെയിൽസ് ഗ്രോത്ത് ഈ Q2 വന്നപ്പോൾ പാർട്ട് ഗ്രോത്ത് എന്ന് പറയുന്നത് 111%. അതുകൊണ്ട് തന്നെ സെയിൽസ് ഗ്രോത്തിന്റെ ഡബിൾ ആണ് എന്റെ പോർട്ട്ഫോളിയോയുടെ തന്നെ പാർട്ട് ഗ്രോത്ത് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ EPS ഗ്രോത്ത് എന്ന് പറയുന്നത് ഏകദേശം സെയിൽസ് ഗ്രോത്തിന് മുകളിലാണ് എന്റെ മൊത്തം കമ്പനികൾ എന്ന് പറഞ്ഞാൽ ഏകദേശം 26-ൽ 21 കമ്പനികൾക്കും EPS എന്ന് പറയുന്നത് സെയിൽസ് ഗ്രോത്തിന് മുകളിലാണ്. അതുകൊണ്ടാണ് ഞാൻ മിക്കവാറും സെയിൽസ് ഗ്രോത്ത് തന്നെ എടുക്കുന്നത്. കാരണം അങ്ങനെ EPS വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ടാണെങ്കിൽ എന്റെ പെഗ് റേഷ്യോ വീണ്ടും താഴേക്ക് പോകും. ആ ഒരു രീതിയിൽ എടുക്കാതെ സെയിൽസ് ഗ്രോത്ത് വെച്ചിട്ട് തന്നെയാണ് എടുക്കുന്നത്. കാരണം എപ്പോഴും നമ്മുടെ സൈഡിലേക്ക് കുറച്ചും കൂടെ നമുക്കൊരു ബെനിഫിറ്റ് കിട്ടുമല്ലോ. കാരണം EPS വെച്ച് എടുത്തു കഴിഞ്ഞാൽ ഞാനിപ്പം സെയിൽസ് ഗ്രോത്ത് വെച്ച് എടുക്കുമ്പോൾ എനിക്കൊരു 1 കിട്ടുന്നത്, പെഗ് റേഷ്യോ കിട്ടുന്നത് EPS വെച്ച് ചെയ്താൽ ചിലപ്പോൾ 0.5 0.6 ആയിരിക്കും വരുന്നത്. സോ ആ രീതിയിൽ എടുക്കാതെ സെയിൽസ് ഗ്രോത്ത് വെച്ചിട്ട് ഫോർവേഡ് P-നെ അതേപോലെ തന്നെ സെയിൽസ് ഗ്രോത്ത് ആണ് എടുക്കുന്നത്. അതും ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടുന്ന കമ്പനികൾക്ക്. ആ ഒരു രീതിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ എക്സ്പെക്ടേഷൻ കുറച്ച് ലോ ആയിട്ട് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. പെഗ് റേഷ്യോ മൊത്തം കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് പെഗ് റേഷ്യോ 1 അതിൽ താഴെ ഉണ്ടെങ്കിൽ നല്ല വാല്യുവേഷനിൽ അവൈലബിൾ ആയിട്ടുള്ള കമ്പനികളായിരിക്കും. ഞാനൊരു 1 അല്ലെങ്കിലും ഒരു 2 വരെയൊക്കെ പോകുന്ന പെഗ് റേഷ്യോ വരെ എനിക്ക് കുഴപ്പമില്ല. ഞാൻ അത്യാവശ്യം അങ്ങനെ നല്ല ഗ്രോത്ത് ഉള്ള കമ്പനികളാണെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഹോൾഡ് ചെയ്യാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ പെഗ് റേഷ്യോ 2 ആണെന്നുണ്ടെങ്കിൽ കമ്പനി ഒരു 100% ഒക്കെ സെയിൽസ് ഗ്രോത്ത്, 50% സെയിൽസ് ഗ്രോത്തും ഓപ്പറേറ്റിംഗ് ലിവറേജിൽ ഒരു 100% പാർട്ട് ഗ്രോത്ത് വരുന്ന ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പെഗ് റേഷ്യോ വളരെ പെട്ടെന്ന് തന്നെ വീണ്ടും ഈ 1-ന് താഴേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. കാരണം ആ രീതിയിൽ പ്രോഫിറ്റ് ഗ്രോത്ത് വരുവാണെന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ നല്ല ഗ്രോത്ത് ഉള്ള കമ്പനികളാണ്, ഹൈ പേസിൽ ഗ്രോ ചെയ്യുന്ന, സെക്ടറിൽ ലീഡ് ചെയ്യുന്ന, ആ ഒരു രീതിയിൽ നല്ല വോളിയം ഗ്രോത്തും സെയിൽസ് ഗ്രോത്തും വരുന്ന, നല്ല എക്സ്പാൻഷൻ പ്ലാൻ ചെയ്യുന്ന, ക്യാപെക്സ് ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങനത്തെ കമ്പനികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സെക്ടർ ലീഡിംഗ് ആയിട്ടുള്ള കമ്പനികളോടാണെന്നുണ്ടെങ്കിൽ പെഗ് റേഷ്യോ 2 ഒക്കെ ഒന്നും പ്രശ്നമില്ല, ഞാൻ ഹോൾഡ് ചെയ്യാറുണ്ട്. ചില കമ്പനികൾ ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്ന കമ്പനികൾ കഴിഞ്ഞ ഒരു 2-3 ക്വാർട്ടറിൽ കമ്പനിയുടെ പ്രൈസ് അധികം കൂടാതെ സൈഡ് ബൈ സൈഡ് മാർക്കറ്റ് നിൽക്കുന്നതുകൊണ്ട് തന്നെ പെഗ് റേഷ്യോ ഈ പറഞ്ഞ 2-ലൊക്കെ ഉണ്ടായിരുന്ന പല കമ്പനികളും ഇപ്പോൾ പെഗ് റേഷ്യോ 1-ന് താഴേക്ക് എത്തിയിട്ടുണ്ട് കഴിഞ്ഞ 1-2 ക്വാർട്ടർ കൊണ്ട് തന്നെ. സോ അതുകൊണ്ട് തന്നെ ഹൈ ഗ്രോത്ത് ഉള്ള കമ്പനികൾക്ക് എനിക്ക് അത്ര പെഗ് റേഷ്യോ 2 വരെ പോകുന്ന പ്രശ്നമല്ല. പക്ഷെ അതെല്ലാം നമുക്കൊരു മൾട്ടി ബാഗറൊക്കെ ആയിട്ട് നമ്മൾ റിട്ടേൺ എക്സ്പെക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഈ പെഗ് റേഷ്യോ 0.5 0.4 ആ ഒരു രീതിയിൽ കിട്ടുവാണെന്നുണ്ടെങ്കിൽ P-യിൽ എക്സ്പാൻഷനും അതേപോലെ നല്ല രീതിയിൽ റീറൈറ്റിംഗും നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. സോ ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഹൈ പേസിൽ പ്രോഫിറ്റ് കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്തൊക്കെ ഈ പറഞ്ഞ P റേഷ്യോ ആണെങ്കിലും അതേപോലെ തന്നെ പെഗ് റേഷ്യോ ആണെങ്കിലും എപ്പോഴും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കുന്നത് നമുക്ക് എപ്പോഴും ഒരു എഡ്ജ് മാർക്കറ്റിൽ തരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.